അടിപൊളി പടം, കണ്ടിരിക്കേണ്ട പടം. എഫക്ട്സും അഭിനയം, പിള്ളേർ അഭിനയം എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ടില്ല, ജീവിച്ച മാതിരിയാണ് അല്ലേ. ഇടയ്ക്ക് ഹൊറർ വരുന്നുണ്ട്, കാരണം ആ സൗണ്ട് എഫക്റ്റും ആ ഒരു നമ്മൾ മനസ്സിൽ കിടക്കുന്ന തോട്ട്സ് എല്ലാം കൂടി വരുമ്പോൾ ഒരു ഹൊറർ ഫീൽ വരുന്നുണ്ട്. അടിപൊളി. ഇങ്ങനെ കുട്ടികൾ അഭിനയിക്കാൻ വരുന്ന ഇപ്പോഴാണ് തോന്നിയത്. നല്ല അഭിനയായിരുന്നു. കുറച്ചൊക്കെ സൂപ്പർ മൂവി. പുതുമുഖങ്ങളെല്ലാം തകർത്തു. ദേവനന്ദ, മണിപിള്ള രാജു, സാറിന്റെ മകനൊക്കെ നല്ല അടിപൊളി. പേടിപ്പിക്കുന്നുണ്ട് ചെറുതായിട്ട്. നല്ല മൂവിയായിരുന്നു. കുട്ടികളൊക്കെ നന്നായിരുന്നു. നന്നായിരുന്നു. നല്ല പടമായിരുന്നു. അടിപൊളി പടമാണ്. ഇതുപോലത്തെ ഒരു പടം ഈ ഒരു സമയത്ത് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ആരും അത്ര മുതിരില്ല. അതിന് തന്നെ വലിയൊരു താങ്ക്സ് ഉണ്ട്. നന്നായിട്ടുണ്ട്. പേടിയുണ്ട്. കണ്ടിരിക്കാനും നല്ലൊരു ഇതാണ്. നല്ല പടം, സൂപ്പറായിരുന്നു. അധികം പേടിക്കാനൊന്നുമില്ല, കണ്ടിരിക്കാൻ നല്ലതാണ്. മസ്റ്റ് വാച്ച് ആണ്. കാണുന്നുണ്ടായിരുന്നു. ലൈക്ക് കിഡ്സിന് പറ്റിയ മൂവിയാണ്. വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. സോങ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം. ആക്ടിംഗ് ഒക്കെ ഇഷ്ടമാണ്. നല്ല, എല്ലാരും അടിപൊളിയായിരുന്നു. നിരഞ്ജ് ചേട്ടൻ അടിപൊളിയായിരുന്നു. പാർവതി, എല്ലാരും സൂപ്പറായിരുന്നു. നല്ല സൂപ്പർ മൂവിയാണ്. നല്ല വിഷ്വൽസ്, നല്ല എന്താ സോങ് വൈസ് ഒരു ഫാന്റസി കാണുന്ന പോലെ ഉണ്ട്. നല്ല മൂവിയാണ്. ഫാമിലിയാണ്, എന്റർടൈനറുമാണ്. വളരെ നല്ല പടമാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. കണ്ടിരിക്കും, പേടിയാവും, നമുക്ക് ഗൂസ് ബംസ് വരും കണ്ടോണ്ടിരിക്കുമ്പോൾ. വളരെ നല്ല പടം. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നന്നായി, കുട്ടികളൊക്കെ നന്നായി ചെയ്തു. സൂപ്പറായിട്ടുണ്ട്. പടം കൊള്ളാറുണ്ട്. ഇഷ്ടായി. പടം നല്ല പടമാണ്. വിഷ്വലി ആൻഡ് സൗണ്ട് എഫക്ട്സ് വഴിയൊക്കെ ജനങ്ങൾക്ക് കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ്. പിന്നെ ഒരു ഫാമിലി, ഒരു വലിയ തറവാടിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹൊറർ മൂവി മലയാളത്തിൽ വന്നിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. സോ പല പല ക്യാരക്ടേഴ്സ്, ഒരു ചെറിയ മോള് 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി തുടങ്ങി മണിയമ്പിള്ള സാർ സീനിയർ മോസ്റ്റ് ക്യാരക്ടർ അവതരിപ്പിക്കുന്ന പല ഏജ് കാറ്റഗറിയിൽ പല സ്വഭാവ ഗുണങ്ങളുള്ള ക്യാരക്ടേഴ്സ് വരുന്ന ഒരു മൂവിയാണ്. അപ്പം ഡെഫിനറ്റ്ലി തിയേറ്റർ വാച്ച് തന്നെയാണ്. അപ്പോൾ ബാക്കി ഓഡിയൻസ് ആണ് പറയേണ്ടത്. പിന്നെ ഇതിൽ ദേവനന്ദ പറയേണ്ട കാര്യമില്ല, ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ സൈജു സാറും ദേവനന്ദയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നതും മാളികപ്പുറത്തിന് ശേഷം അതിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ ഒരു കോംബോ തന്നെ ഇതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എക്സ്പ്ലോർ ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിരഞ്ജ് മണിയമ്പിള്ള രാജു, നിരഞ്ജ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് നിരഞ്ജിൻ്റെ ഒരു ക്യാരക്ടർ വന്നെങ്കിൽ. നിരഞ്ജിൻ്റെ കോമഡി സീക്വൻസസ് ഉണ്ട്, അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. തിയേറ്ററിൽ എല്ലാവരും ആ സീക്വൻസസ് വന്നപ്പോൾ കുറേ ചിരിക്കുന്നുണ്ടായിരുന്നു. സോ നിരഞ്ജിൻ്റെ ആ ഒരു ഫേസ് കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണെന്ന് തോന്നുന്നു. പിന്നെ കണ്ടവർ വെച്ചിട്ട് ഞാനിതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മണിയമ്പിള്ള സാറിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ്, സുലേഖ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. സോ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ. താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ കഷ്ടപ്പാട് മൊത്തം സ്ക്രീനിൽ വന്ന് കാണുന്നു. അപ്പോൾ എല്ലാവരും പേടിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്. ആദ്യനെ പോലെ കുറേ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഹാർഡ് വർക്ക് സത്യത്തിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതും എല്ലാവർക്കും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. ഞാൻ പിടിച്ചു. നല്ല സിനിമയായിരുന്നു. നല്ല ഹൊററായിരുന്നു, പേടിയാവും. പിന്നെ നല്ല ഫോട്ടോഗ്രാഫി, നല്ല അടിപൊളി, അത്യാവശ്യം പേടിക്കാനും കാര്യങ്ങളും. നല്ല മൂവിയായിരുന്നു. ഹൊററായിരുന്നു, എന്റർടൈൻമെന്റ് ആയിരുന്നു. കുട്ടികൾക്ക് നല്ല ഫീലിംഗ് ഗുഡ് മൂവി. സൂപ്പർ മൂവി. പേടിച്ചോ?